സൂരജ് അടുത്ത പോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഡോക്ടർ ആർമി എന്ന് പറഞ്ഞ ഏതോ ഗ്രൂപ്പിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തതാണ്. അവർ ഇവൻ ഫേമസ് ആണെന്ന് നോക്കണേന് റിപ്പോർട്ട് എഴുതി ഭിത്തിയിൽ ഒട്ടിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അതിനെതിരായിട്ട് ഒറിജിനലാണോ ഫേക്കാണോ എന്ന് അറിയില്ല, എന്തായാലും കൊള്ളാം, വെയിറ്റ് ചെയ്യണേണെന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. നമ്പർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, അതിന് വന്ന് കരയരുത് എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. എൻ്റെ മോന് സൂരജേ, ഇതാരായാലും ശരി, നീ ഒരു പോസ്റ്റ് ഇട്ടെന്നും പറഞ്ഞ് നമ്മൾ ഡോക്ടറിനൊന്നും വരാൻ പോണില്ല. നമ്മുടെ ഡോക്ടറിൻ്റെ യഥാർത്ഥ ഫാൻസ് ഇതൊന്നും കാണിക്കത്തുമില്ല. പിന്നെ അടുത്തത്, അയ്യോ പേടിച്ചൊന്ന് മുള്ളിയിട്ട് വരാം. നിനക്ക് മുള്ളാൻ മുട്ടുണ്ടെങ്കിൽ നീ പോയി മുള്ള്. പിന്നെ ഇതങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. നമ്മുടെ ഡോക്ടർ, നിനക്കറിയില്ല, നീ ആദ്യം പോയി ആ ബിഗ് ബോസ് ഒന്ന് ഫുള്ള് കാണ്, എന്നിട്ട് ഇരുന്ന് വന്ന് ഓരോ പോസ്റ്റ് ഇട്. ഇതിനെതിരായിട്ട് പ്രതികരിക്കാനൊക്കെ ഞങ്ങൾക്കറിയാം. ആദ്യത്തെ പോസ്റ്റ് ഞങ്ങൾ വിട്ട്, അതാ ഏതെങ്കിലും അവന്മാർ ഏതെങ്കിലും അവന്മാർക്ക് കൊടുത്തതായിരിക്കും. പക്ഷെ മോനെ സൂരജേ, നിനക്കറിയില്ലെങ്കിൽ നീ ആ ദിൽഷേനോട് പോയി ചോദിക്കും കോട്ടൂര് എന്താ സംഭവിക്കണേന്ന്. ഇപ്പം ദിൽഷേനോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് അവൾക്ക് എന്താ അമ്നേഷ്യ ബാധിച്ച പോലെയാണല്ലോ, എല്ലാം മറന്നു പോയിട്ടുണ്ടാകും. ഏത് കോട്ടം എന്ത് കോട്ടം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പിന്നെ അവളോട് ചോദിക്കണ്ട, നീ ആ ബിഗ് ബോസ് പോയിരുന്ന് കാണാദ്യം, എന്നിട്ട് വന്നിട്ട് ഓരോ പോസ്റ്റ് ഇട്. നീ ഇത് പ്രൊവോക്ക് ചെയ്യാനാണ്, പുള്ളീനെ പ്രൊവോക്ക് ചെയ്യാനും ഫാൻസിനെ പ്രൊവോക്ക് ചെയ്യാനാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. പിന്നെ നിൻ്റെ ഇതിന് പ്രതികരിക്കണ്ടെന്ന് വിചാരിക്കുമ്പോൾ, പക്ഷേ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഡോക്ടറിനോടുള്ള സ്നേഹം കാരണം പ്രതികരിക്കുകയാണ്. നീ ഇങ്ങനെയൊക്കെ വെറുതെ ഫേമസ് ആയിട്ട് എന്താ കാര്യം? കുറേ നെഗറ്റീവ് ആയിട്ട് ഫേമസ് ആയിട്ട് എല്ലാം കിട്ടുന്നുണ്ട്. റീച്ച് കൂടുന്നുണ്ട്, കൂടട്ടെ. അങ്ങനെ ഞങ്ങളുടെ റോബിനെ വെച്ച് നീയും അങ്ങോട്ട് അരി മേടിക്ക്. അത്രയേ ഉള്ളൂ പറയാനായിട്ട്.